ഇന്ന് കാണിക്കുന്നത് വളരെ സിമ്പിളായ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനായി ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് കട്ട തൈര് ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെക്കുക. അതോടൊപ്പം തന്നെ അരി വേകാനുള്ള വെള്ളം റെഡിയാക്കി വെക്കുന്നു. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടു, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കറുകപ്പട്ട ഇട്ടു, കുരുമുളക് ഇട്ടു, ഏലക്ക ഇട്ടു, ഗ്രാമ്പു ഇട്ടു. അതവിടെ നിന്ന് തിളയ്ക്കുമ്പോൾ തന്നെ കുക്കറിൽ ചിക്കൻ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് സവാള വഴറ്റുകയാണ്. ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. സവാള നല്ലവണ്ണം വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാ മസാലയും ചേർത്തതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനോട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരു സ്വല്പം പോലും ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇറച്ചിയിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങും. വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിക്ക് സെറ്റ് ഇടുമ്പോൾ റെഡിയാകത്തില്ല. ആ സമയം കൊണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് വേവിച്ചെടുക്കാം. രണ്ടും ഒരേ സമയം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ സമയലാഭമുണ്ട്. ആ സമയം കൊണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റൈസും അതോടൊപ്പം റെഡിയായി കിട്ടി. കുക്കറിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ദം ഇടാൻ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറായിട്ട് കശുവണ്ടി, മല്ലിയില, കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ല ലെയറായിട്ട് നമുക്ക് ദമ്മിടാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ പൈനാപ്പിളിൻ്റെ ഒരു എസൻസ് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരടപ്പ്. അവസാനം കുറച്ച് നെയ്യ് അധികമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി റെഡി.